എൻജോയ്യുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എന്താ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് മുതൽവൻ മൂവിയിലെ ആ സോങ് ആണ്. നമ്മൾ കുറെ വട്ടം കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത്, പക്ഷെ ഇതിന്റെ വിഷ്വൽസ് ഒന്നും അധികം വലിയ കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എവിടേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടെന്നല്ലാണ്ട് ഹിന്ദിയിൽ പക്ഷെ ഇങ്ങനത്തെ സോങ് ഉണ്ടോ? ഹിന്ദിയിലില്ല, ഞാൻ ഇതിന്റെ തമിഴ് സംഭവം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ സാധനം. അപ്പൊ അവിടെയുള്ള കണ്ടെന്നല്ലാണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. പാട്ട് ഞാൻ ശരിക്കും ഫുള്ളായിട്ട് കേട്ടിട്ടൊന്നുമില്ല. പണ്ട് എന്ന് പറയുന്നത് എന്താ പറയാ, മ്യൂസിക് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചാനലുകളൊക്കെ എന്താ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സോങ് വരും. അപ്പൊ അതിന്റെ പകുതി വെച്ചിട്ടും എന്താ പറയാ, അപ്പൊ അതിനകത്ത് കുറെ പാമ്പിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് നേരെ സോങ്ങിലോട്ട് പോവാം. ശങ്കർ മഹാദേവൻ, മനോജ്, ശ്രീനിവാസ്, അത് കൂടാണ്ട് നമ്മുടെ എസ് ജാനകി മാം, എല്ലാരും കൂടിയാണ് പാടിയിരിക്കുന്നത്. നല്ല സോങ്ങിലോട്ട് വിടാം അല്ലെ? റെഡി അല്ലേ? CM കോളിംഗ് അല്ലേ? ഓ, ഏകദേശം മന്ദിരത്തിൽ പോകുന്ന ഭയങ്കര സ്റ്റോറി ഉണ്ടാവല്ലേ? ഒരു സ്റ്റോറി ഉണ്ടാവും അതിന്റെ കൂടെ തീം. അങ്ങനത്തെ ഒരു മീശ കിട്ടുന്നത്. தேனில் நனைத்து கையப்பமிடுவேரும் மாறில் உலகம் வாழ நிதி ஒதுக்கு, என் உயிரும் வாழ மடி ஒதுக்கு. அரசன் வாழ விதி இருக்கு, அதற்கு நீதா விதி விலக்கு. மன்னனே மன்னனே, இதோ இவள் உனக்கு.
தளர்த்தி வரிகள் தளர்த்தி உடைகள் தளர்த்திட வேண்டும் இல்லையா ஆசை பூவை தவிக்க விட்டு அமைச்சரோடு நகர்வலமோ உனது கண்ணில் நீர் துடைத்தால் ஊர் குழாயில் நீர் வருமோ வேந்தனே வேந்தனே உந்தன் வரம் வருமோ முதல்வனே என்னை அன்பாடாய் உந்தனை கொடியற்ற நேரம் இல்லையா காதல் பஞ்சம் வந்து நந்தாயோ உந்தனை வாழணும் உன்னை கழிப்பான் வாழின் ஓசை தீரும் போது மழையில் ஓசை கேட்க வருவார் முத்தல் பொண்ணே 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 முத்தல் பொண்ணே 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 முத்தல் பொண்ணே 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 முத்தல் பொண்ணே വിഴുങ്ങുന്നത് അത്രയാണ് പരസ്യമാണ് കണക്കിലോട്ട് പാട്ടിന്റെ ഏകദേശം എൻഡിലോട്ട് എത്തുമ്പോഴേ തന്നെ എന്തായാലും ഈ സോങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാനകി മാമിന്റെ ആ വോയിസ് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സോൾ എന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല ശങ്കർ മഹാദേവൻ പിന്നെ മനോ ഇവരുടെ വോയിസ് എനിക്ക് എപ്പോഴും മാറിപ്പോട്ടെ. അതായത് എല്ലാവരുടെയും ആ ഒരു സിങ്ക് ആവുന്ന വോയിസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് മനസ്സിലാവുന്ന കൂടിയില്ല ആരും പാടിയുന്നുണ്ട്. പക്ഷെ ശങ്കർ മഹാദേവന്റെ വോയിസ് എന്തായാലും കേറി നിൽക്കുന്നുണ്ട്. അത് വേറെ കേൾക്കുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ഡൗട്ട് ഉണ്ടാകും മനോജ് സാറിന്റെ ഏതാ വോയിസ് എന്നുള്ള ഒരു ചെറിയൊരു അത് കൺഫ്യൂഷൻ മാത്രമല്ല ശ്രീനിവാസം ഉണ്ട്. 3 പേരുണ്ട്, 3 സിംഗേഴ്സ്, മെയിൽ സിംഗേഴ്സ് തന്നെ 3 പേരുണ്ട്. അത് കൂടാണ്ട് എസ് ജാനകി മാം കംപ്ലീറ്റ്ലി ആ ഒരു സോങ് എനിക്കൊന്ന് ഫുള്ള് അവരുടെ വേർഷനാണ് ഉള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോങ് കൂടുതലും തേൻമൊഴിയുടെ പെർസ്പെക്റ്റീവ് ആണ്. അതായത് തേൻമൊഴി ആ ഒരു എന്താ ഫീൽ ചെയ്യുന്ന സംഭവമാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തീമൊക്കെ ഏകദേശം അത് തന്നെയാണ്. ആ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ ആ ഒരു ഗെയിം ആയിട്ടാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അത് മാത്രമല്ല അവസാനത്തോട്ട് ആ ഒരു അതായത് ഈ പാട്ടിൽ മൊത്തത്തിൽ വടിവേലും അതുപോലെ മണിവർണ്ണ ആ 2 ക്യാരക്ടറും ഇവരുടെ കൂടെ നിൽക്കുന്ന സ്നേക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് ദ്രോഹിക്കുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ ഗ്യാപ്പ് ഇടിയിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. കാരണം അത് കണക്ട് ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പോ ആൻഡ് അതിന്റെ അകത്ത് വില്ലന്മാരായിട്ട് വരുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ടല്ലേ. 2 പേരാണ് ഏകദേശം അവസാനത്തെ സ്നേക്ക് ആരാന്ന് മനസ്സിലായില്ല. മനസ്സിലായി. അതായത് എന്താ പറയുക ഇങ്ങനെ വിഴുങ്ങും ഇങ്ങനെ എപ്പോഴും ട്രാപ്പ് ആകുന്നതാണ് ശരിക്കും കാണിക്കുന്നത്. ഇനി അറിയില്ല കേട്ടോ നെക്സ്റ്റ് സീൻ എന്താ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീനിൽ നമുക്ക് കാണാം. അതായിരിക്കും